ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 മണി ചായയുടെ കൂടെയും നോമ്പ് മുറിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഉന്നക്കാട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോഴേക്കും ഉന്നക്കായ്ക്ക് ഒരു ഫില്ലിങ് ഉണ്ടാക്കണമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് നുറുക്കിയെടുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ആ തേങ്ങയിലെല്ലാം ഒന്ന് പിടിച്ച് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതങ്ങ് നല്ല റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയെടുത്ത ഏത്തയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ആ നാരെല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഉടച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോ ഉരുളകളായിട്ടെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇല്ലേ, അതും കൂടെ അതിനകത്ത് വെച്ച് ഉന്നക്കാട ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിനധികം വേവാനായിട്ടൊന്നുമില്ലല്ലേ, പുറമേ ഒന്ന് ബ്രൗൺ ആയിട്ട് വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് മൊരിച്ചങ്ങെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.